ഫിസിക്സ് ബോസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ കണ്ടന്റിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന കണ്ടന്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ, turbulent flow, Torseli's mercury barometer, equation of continuity, Bernoulli's principle and its proof, Torseli's law. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ വേഗം തന്നെ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് എന്താണ് ഒരു സ്ട്രീം ലൈൻ ഫ്ലോ, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറെ പേരാണ് സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് ലാമിനാർ ഫ്ലോ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഫ്ലൂയിഡിന്റെ, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ വെള്ളത്തിന്റെ എടുക്കുകയാണെങ്കിൽ ഈ വെള്ളത്തിന്റെ ഫ്ലോ, അതായത് സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ട്, അതായത് ഒരു ധാര പോലെ, അതായത് വെള്ളം ചെയ്യാ ധാര പോലെ, അതായത് നേരെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട്, അതായത് സ്ട്രെയിറ്റ് ലൈൻ ഉദ്ദേശിച്ചത് നേരെ പോകണം എന്നുള്ളതല്ല, അതായത് ഈ വേറെ വെള്ളം ഇങ്ങനെ ഒഴുകുക. ഇപ്പൊ സപ്പോസ് ഒരു പൈപ്പിൽ നിന്ന് വെള്ളം ഒഴുകുന്നുണ്ടില്ലേ, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു, അതായത് വെള്ളത്തിന് എന്ത് ചെയ്യുക, വളഞ്ഞു പൊളിഞ്ഞു കൊടുക്കാതെ എന്ത് ചെയ്യുക, നേരെ ഒഴുകുക, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ഒഴുകുക, അതായത് വേറെ വളയിലോ തീറ്റൊന്നുമില്ല, ഇങ്ങനെ നേരെ ഒഴുകി പോകാം. അങ്ങനെയുള്ള എന്ത് ചെയ്യുക, സ്റ്റഡി ഫ്ലോ എന്ന് പറയും. ഇവിടെ നമ്മൾ ഇപ്പൊ ടാപ്പിലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ സ്ട്രീം ലൈൻ ഫ്ലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഫ്ലോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, at any point the velocity of each passing fluid particle is remained constant in time. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴും എന്ത് ചെയ്യുക, അതായത് വെലോസിറ്റി, അതായത് സമയത്ത് വെലോസിറ്റി എപ്പോഴും എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടാപ്പ് തുറക്കുകയാണ്. അപ്പം എന്ത് ചെയ്യുക, ടാപ്പ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അതായത് സ്റ്റഡി ആയിട്ടായിരിക്കും വെള്ളം പോവുക. ക്ലിയർ അല്ലേ? വളരെ സ്റ്റഡി ആയിട്ടായിരിക്കും പോവുക. അങ്ങനെയുള്ള ഫ്ലോ എന്ത് ചെയ്യുക, സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ എന്ന് പറയും. സപ്പോസ് നമ്മൾ ചെയ്യുക, ഈ ഡയഗ്രാം മേല് കൊടുത്തിരിക്കുന്നുണ്ടല്ലോ ഇവിടെ, നമ്മൾ സ്റ്റഡി ആയിട്ട് എന്തായാലും ഇങ്ങനെ പോവാം. അപ്പൊ അതിന് വെലോസിറ്റി ഈക്വൽ ആയിരിക്കും, അതായത് സ്റ്റഡി എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അങ്ങനെയുള്ള ഫ്ലോന് എന്താ പറയുക, സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയാം. അതായത് അറ്റ് എനി പോയിന്റ് ദ വെലോസിറ്റി ഓഫ് ഈച്ച് പാസിംഗ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഇൻ ടൈം. ടൈമിന് എല്ലാ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾസിന്, അതായത് ഫ്ലൂയിഡ് പാർട്ടിക്കിളിന് വെലോസിറ്റി എന്ത് ചെയ്യുക, തുല്യമായിരിക്കും. ആ ഫ്ലോന് എന്ത് ചെയ്യുക, സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ എന്ന് പറയാം. ഇനി അതിന് പറയുന്ന വേറെയാണ് ലാമിനാർ ഫ്ലോ എന്ന് പറയാം അല്ലേ. ഓക്കെ, പിന്നെ എന്താ ടർബുലന്റ് ഫ്ലോ, ശരിക്കും പറയാം വളഞ്ഞു പൊളിഞ്ഞു ഒഴുകാൻ അർത്ഥം. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ എൻ്റെ നേരത്തെ പറഞ്ഞ ഒരു വെള്ളം ഉണ്ട് അല്ലേ, ഈ പൈപ്പിന്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യാം, മുന്നിൽ കൈയിന് വെക്കുകയാണ്. അപ്പൊ എന്റെ കൈന്ന് തട്ടിയിട്ട് എന്ത് ചെയ്യുക, വെള്ളം എന്ത് ചെയ്യുക, ചെതറി പോലും രണ്ട് സൈഡിക്ക്. അപ്പൊ എന്ത് ചെയ്യുക, അവിടെ എന്ത് ചെയ്യുക, വെള്ളത്തിന് അതിന് വെലോസിറ്റിക്ക് മാറ്റം ഉണ്ടായല്ലോ. ക്ലിയറുള്ള ആംഗിളും മാറി, എല്ലും മാറി. അപ്പൊ എന്ത് ചെയ്യുക, വെലോസിറ്റിക്ക് അവിടെ ചേഞ്ച് ഉണ്ടായി. അങ്ങനെയുള്ള ഈ ഫ്ലോ ആണ്. അപ്പൊ ഇറഗുലർ ഫ്ലോ ഓഫ് ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടർ ആണ് എന്ത് ചെയ്യുക, ഈ നമ്മളിപ്പം പറയുന്ന ടർബുലന്റ് ഫ്ലോ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഡയഗ്രം ബിയിലേക്ക് നോക്കാം. അപ്പൊ സപ്പോസ് ഇവിടെ ഒരു ഇത് കണ്ടില്ലോ അല്ലെ, അപ്പോൾ ഈ വാട്ടർ ഫ്ലോ ചെയ്യാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു ഒബ്ജക്റ്റീവ് വെക്കുകയാണ്. ഈ ഒബ്ജക്റ്റീവ് വെക്കുമ്പോൾ ഈ വാട്ടർ എങ്ങനെ ചെയ്യുക, സൈഡിലേക്ക് തെന്നി മാറുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അതിന്റെ വെലോസിറ്റി വ്യത്യാസപ്പെട്ടു അല്ലേ, അപ്പൊ അതിന്റെ ഫ്ലോ മാറി. അങ്ങനെയുള്ള ഫ്ലോ എന്താ, ടർബുലന്റ് ഫ്ലോ എന്ന് പറയാം. ഓക്കെ, ബിയോ. ഓക്കെ, അതായത് ഇപ്പൊ വേറെ ഒരു പൈപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു പൈപ്പിന്റെ കേസ് ഇവിടെ പറഞ്ഞു. അതേമാതിരി ഇവിടെയുള്ള ഈ പൈപ്പ് ഇങ്ങനെ തുറക്കുക. നമ്മൾ പൈപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചോ, തുറക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, വെള്ളത്തിന്റെ ഫ്ലോ സ്റ്റഡി ആവണമെന്നില്ല. ക്ലിയർ അല്ലേ? അപ്പൊ പിന്നെ അതുപോലെ തന്നെ കുറെ ഓവർ സ്പീഡിലാണ് തുറന്നതെന്ന് വെച്ചിട്ട്, ഓവർ സ്പീഡിൽ തുറന്നതിൽ വെള്ളത്തിന്റെ ഫ്ലോ എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ കഴിഞ്ഞിട്ടായിരിക്കും പുറത്തേക്ക് പോവുക. അതായത് എന്ത് ചെയ്യുക, സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ അല്ലാതെ എന്ത് ചെയ്യുക, അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യുക, ഡിഫറെന്റ് ആയിരിക്കും. വളഞ്ഞു പൊളിഞ്ഞൊക്കെ പോകാം, പല വേഗതയിൽ പോകാം. അങ്ങനെയുള്ള ആണ് ടർബുലന്റ് ഫ്ലോ. അതായത് ബിയോണ്ട് ക്രിട്ടിക്കൽ സ്പീഡ്, ഒരു വേഗത്തിനപ്പുറം എന്ത് ചെയ്യുക, അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യുക, വ്യത്യാസപ്പെട്ടിരിക്കും. അതാണ് എന്ത് ചെയ്യുക, ടർബുലന്റ് ഫ്ലോ. ദ ഫ്ലൂയിഡ് ലോസസ് സ്റ്റഡിനെസ് ആൻഡ് ബിക്കം ടർബുലന്റ്. സ്റ്റഡിനെസ് നഷ്ടപ്പെട്ട് എന്ത് ചെയ്യുക, ടർബുലന്റ് ആയി മാറും. അങ്ങനെയുള്ള ഫ്ലോ എന്ത് ചെയ്യുക, ടർബുലന്റ് ഫ്ലോ എന്ന് പറയും. അപ്പൊ ഈ കാര്യങ്ങൾ എന്താണെന്ന് മാത്രം മനസ്സിലായി. സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റഡി ആയിട്ട് പോകണതാണ്. ടർബുലന്റ് എന്നാൽ വളഞ്ഞു ഒഴുകാണ് ചെയ്യുന്നത്. അത് വെലോസിറ്റിക്ക് മാറ്റം വരുന്നുണ്ട്, മറ്റെന്ത് ചെയ്യുക, വെലോസിറ്റിക്ക് മാറ്റം വരുന്നില്ല. ക്ലിയർ ആണല്ലോ? ആ ഒരു കണ്ടന്റ് മാത്രമാണ് നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടത്. നമ്മൾ അടുത്തേക്ക് പോകാം. ടോർസിലിസ് മെർക്കുറി ബാരോമീറ്റർ അല്ലെ. അപ്പൊ ടോർസിലി എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ബാരോമീറ്റർ ആണ് എന്ത് ചെയ്യുക, ടോർസിലിസ് ബാരോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ബാരോമീറ്റർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ ബാരോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാം. അതായത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് മെർക്കുറി ബാരോമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ അതിന് ഒരു ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സപ്പോസ് ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിരുന്നത് കണ്ടല്ലോ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡയഗ്രത്തിൽ നമുക്കൊന്ന് മാറ്റിയിട്ട് വരയ്ക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ അതിന് മുന്നായിട്ട് ഇത് നമ്മളിവിടെ കൊടുക്കുന്ന ഈ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 760 മില്ലിമീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ടോർസിലീസിന് പാരാമീറ്റർ നമ്മൾ മാറ്റി വരയ്ക്കുകയാണെങ്കിൽ ഇത് 2 പോയിന്റ് ആണ്. ഇത് നമ്മളൊരു ഇതേമാതിരി മെർക്കുറി കോളം എടുക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബാരോമീറ്റർ കമത്തി വെച്ചിട്ടുണ്ട്. സോറി, ഒരു ടെസ്റ്റ് ട്യൂബ് കമത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, മെർക്കുറി ഉണ്ട് ഇതിനുള്ളിൽ. മെർക്കുറിയിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ മെർക്കുറി ആണ് അല്ലേ. അപ്പോൾ ഈ ട്യൂബിനുള്ളിൽ കൂടെ എന്ത് ചെയ്യുക, മെർക്കുറി ഇങ്ങനെ ഫ്ലോ ചെയ്യും, ഇവിടെ എത്തും അല്ലേ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതിന് മുകളിൽ ഒരു നമുക്കറിയാം ഇവിടെ ഇപ്പോൾ 2 പോയിന്റ് കൺസിഡർ ചെയ്യാച്ചോ. ഇവിടെ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ഇതാണ് പോയിന്റ് നമ്മൾ കൊടുക്കുകയാണ്, പോയിന്റ് എ എന്ന് കൊടുക്കുക. ഈ ഒരു പോയിന്റിന് എന്ത് ചെയ്യാം, നമ്മൾ ബി എന്നും കൊടുക്കുക. സപ്പോസ് ഇങ്ങനെ 2 പോയിന്റ് കൺസിഡർ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 2 പോയിന്റിലും പ്രഷറിനെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാൻ പോണത്. ക്ലിയർ ആണല്ലോ. സപ്പോസ് ഇവിടെ ഈ ഒരു ഉള്ളിൽ കൊടുക്കുന്ന, അതായത് ആ ഒരു ബി എന്നുള്ള പോയിന്റിൽ, സോറി എ എന്നുള്ള പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ട്യൂബിനുള്ളിലാണ് അല്ലേ, ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോയിന്റിലേക്ക്, അതായത് എ എന്നുള്ള പോയിന്റിലേക്ക് എന്ത് ചെയ്യുക, അവിടെ പ്രഷർ കൊടുക്കണം. എന്തായിരിക്കും, ഗോജ് പ്രഷർ അല്ലേ, നേരത്തെ പറഞ്ഞ ഗോജ് പ്രഷറാണ് എന്ത് ചെയ്യുക, എ എന്നുള്ള പോയിന്റിലേക്ക് പ്രഷർ കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ. പക്ഷെ ബി എന്നുള്ള പോയിന്റിലേക്ക് അവിടെ പ്രഷർ കൊടുക്കുന്നത് എന്തായിരിക്കും, ഇവിടെ നമ്മൾ കൊടുക്കുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ, അറ്റ്മോസ്ഫിയർ അല്ലേ. കാരണം ഇതൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു അല്ലേ ഇതാണ്, ഒരു സിലിണ്ടർ ആണ് അല്ലേ. അപ്പോൾ ഒരു സിലിണ്ടറിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ കൊടുക്കുന്ന അത് ബി എന്നുള്ള പോയിന്റ് എക്സ്പോസർ ടു ഇതല്ലേ, എയർ അല്ലേ, എയറിനായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ കൊടുക്കുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാക്കുക. പക്ഷെ എ എന്നുള്ള പോയിന്റിലേക്ക് അവിടെ ആക്ട് ചെയ്യണം എന്ത് ചെയ്യണേ, ഒള്ളി ആ മെർക്കുറിയിൽ നിന്ന് ഉണ്ടാവുന്ന ആ പ്രഷറാണ് അല്ലെ, ആ മെർക്കുറി കോളത്തിന്റെ പ്രഷർ ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ആ മെർക്കുറി പ്രഷറാണ് എന്ത് ചെയ്യുക, മെർക്കുറി ആണ് എന്ത് ചെയ്യുക, അവിടെ പ്രഷർ കൊടുക്കുന്നത്. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്, ടോർസിലിസ് മെർക്കുറി ബാരോമീറ്റർ എന്നുള്ളത് കൺസെപ്റ്റില്. ഓക്കെ, അപ്പൊ നമുക്ക് സപ്പോസ് ഇപ്പോൾ ഞാൻ ഇവിടെ പറയാം, ഒരു ഗിവൺ ഹൈറ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു h ഹൈറ്റിലാണ് ഇതുള്ളതെന്ന് വിചാരിക്കാം, h ഹൈറ്റിലാണുള്ളത്. അപ്പൊ ഈ മെർക്കുറിന്റെ അവിടെയുള്ള ഹൈറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് 760 mm ആണ്. 760 mm ആണ്. ക്ലിയർ ആണല്ലോ. അത് എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ എഴുതിക്കൂടെ, 0.76 എന്ന് എഴുതിക്കൂടെ, 0.76 മീറ്റർ എന്ന് എഴുതിക്കൂടെ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത്ര കാര്യമാണ് ഇതിൽ പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ 2 പ്രഷറുകൾ ഉണ്ട് അല്ലെ. ആ 2 പ്രഷറിനെ എങ്ങനെ എഴുതാൻ പറ്റും, പ്രഷർ അറ്റ് എ എന്ന് പറഞ്ഞാൽ അല്ലേ, പ്രഷർ അറ്റ് എ ഈക്വൽ ടു പ്രഷർ അറ്റ് ബി എന്ന് എഴുതാൻ പറ്റുമോ. ക്ലിയർ ആണല്ലോ. അതായത് ഈ പാസ്കൽസ് ലോ പ്രകാരം നമുക്ക് എഴുതാൻ പറ്റില്ലോ. ഇപ്പൊ സപ്പോസ് ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഒരു ഇങ്ങനെ ഇത്രയും കാര്യം വിചാരിക്കാം. ഇപ്പൊ 2 പോയിന്റ് ഉണ്ട് അല്ലേ. അപ്പൊ 2 പോയിന്റും അവിടെ ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഈ ഹൈറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ ഉണ്ട് അല്ലേ. ഹൈറ്റിനാണ് ശരിക്കും എന്ത് ചെയ്യുക, ഇവിടെ ഉണ്ടാവുന്ന ഈ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യണേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സെയിം 2 പോയിന്റ് എടുക്കുന്നത് എന്ത് ചെയ്യുക, സെയിം ഹൈറ്റിലാണ്. അപ്പൊ അവിടെ ഓൺലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഹൈറ്റ്, അതായത് പ്രഷറിന് മാത്രമേ ഡിപ്പെൻഡ് ഉണ്ടാവുള്ളൂ. അത് ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ ഹൈറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യേണ്ടുള്ളൂ. പക്ഷേ നമ്മൾ അവിടെയുള്ള ഏരിയ കോൺസ്ട്രക്ഷനോ കാര്യത്തിന് എന്ത് ചെയ്യുക, ഫോഴ്സിനോ എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എ എന്നുള്ള പോയിന്റിലെ പ്രഷറും ബി എന്നുള്ള പോയിന്റിലെ പ്രഷറും എന്ത് ചെയ്യുക, തുല്യമായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും പി എ ഈക്വൽ ടു പി ബി എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. പി എ എന്നുള്ള പോയിന്റിലെ പ്രഷറും പി ബി എന്നുള്ള പോയിന്റിലെ പ്രഷറും എന്ത് ചെയ്യുക, തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി എ എന്നുള്ള പോയിന്റിലെ പ്രഷർ എന്ത് ചെയ്യുക, ഗോജ് പ്രഷർ അല്ലേ. ആ ഗോജ് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ എന്താ, പി ഈക്വൽ ടു റോ ജി എച്ച് അല്ലേ. അപ്പം നമുക്ക് ഇവിടെ പറയുന്നത് റോ ജി എച്ച് ഈക്വൽ ടു പി ബി എന്നുള്ള പോയിന്റിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പൊ അങ്ങനെ ഇത് പി അറ്റ്മോസ്ഫിയറിക് എഴുതാൻ പറ്റില്ലോ. അപ്പൊ ഇത്ര കാര്യം നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഗോജ് പ്രഷറിന് ഇവിടെ ഈക്വൽ ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ റോ ജി എച്ചിന്റെ വാല്യൂ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കട്ടോ. അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ അല്ലെങ്കിൽ ഗോജ് പ്രഷറിന്റെ വാല്യൂ അങ്ങനെ കണ്ടുപിടിക്കാം ഇവിടെ. അപ്പം ഇവിടെ നമുക്കറിയാം, ഇപ്പൊ സപ്പോസ് ഈ മെർക്കുറിന്റെ ഡെൻസിറ്റി റോ ഓഫ് എച്ച് ജി എന്ന് പറയുന്നത് 13.6 into 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഈ മെർക്കുറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്
13.6 into 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് അറിയാം, ഇവിടെ ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 0.76 ആണ്. ജി എന്ന് പറഞ്ഞാൽ 9.8 ആണ്. ജി എന്ന് പറഞ്ഞാൽ 9.8 കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനിലേക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റോന്റെ സ്ഥാനത്ത് എന്താ കൊടുക്കുക? റോ എന്ന് പറയുന്നത് 13.6 into 10⁻³ ഇൻറ്റു ജിന്റെ 9.8 ഇൻറ്റു എച്ചിന്റെ വാല്യൂ 0.76. അത് ചെയ്താൽ നമുക്ക് കിട്ടും 1.013 into 10⁵ പാസ്കൽ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ 1.013 into 10⁵ പാസ്കൽ എന്നാണ് നമുക്കത് കിട്ടുക. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതാണ് നമ്മൾ എവിടെ കിട്ടുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഗോജ് പ്രഷർ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം 1 ATM എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ എത്രയാണ്? 1.013 into 10⁵ പാസ്കൽ എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കാര്യം ഇതിൽ പറയാണ്ട്, അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ 1 മില്ലി, അതായത് 1 millimeter ഓഫ് HG പറയുന്ന വേറെ ആണ് ഈക്വൽ ടു എന്ത് ചെയ്യുക, 1 ടോർ എന്ന് പറയും. ആ ഒരു കൺസെപ്റ്റും കൂടി ഉണ്ട്. അതുകൊണ്ട് ആയിരിക്കാം 1 millimeter ഓഫ് HG എന്ന് പറയുന്നത്, മെർക്കുറി എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ടോർ എന്നാട്ടോ. അത് വേറൊരു യൂണിറ്റ് ആണ്. 1 ടോർ ടു 1 ടോർ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് 1 ടോർ എന്ന് പറയുന്നത് 1 ടോർ ഈക്വൽ ടു 133 പാസ്കൽ എന്നും പറയും. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. 1 ടോർ ആണ്. 1 ടോർ ഈക്വൽ ടു 133 പാസ്കൽ ആണ്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യമാണ് ടോർസെലിസ് മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയുന്നതിലുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് പറയാൻ നോക്കണം. അപ്പോൾ സപ്പോസ് ഇതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് കാര്യം, നമുക്ക് അത് ഡെഫിനിഷൻ വായിക്കും, അതിനുശേഷം നമ്മൾ കാര്യം പറയാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറഞ്ഞാൽ ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഈസ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഓഫ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കുക, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഈസ് ബേസ്ഡ് ഓൺ വിച്ച് പ്രിൻസിപ്പിൾ, ഏത് പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് മാസ് എന്നതിന്റെ ഇൻ ഫ്ലൂയിഡ് ഡൈനാമിക്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൺസർവേഷൻ ഓഫ് മാസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഉള്ളത്. ഓക്കെ, അപ്പോൾ അതെന്താ, ആ സ്റ്റേറ്റ്മെന്റ് എന്താ നമുക്ക് വായിക്കാം. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. The mass of a liquid flowing in a given time equal to the mass of liquid flowing out within the same time. അതായത് സപ്പോസ് എന്ത് ചെയ്യാം, ഈ ഇതിലൂടെ അതായത് ഒരു ട്യൂബ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ, ആ ട്യൂബിലൂടെ പോകുന്ന ഗിവൺ മാസുള്ള ഒരു ഫ്ലൂയിഡ്, എൻ്റർ ചെയ്യണ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു ആണ് എന്ത് ചെയ്യുക, അതിലൂടെ ലീവ് ചെയ്യണ ഫ്ലൂയിഡ് എന്ന് പറയും, അതിന്റെ മാസ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അതാണ് ശരിക്കും എന്ത് പറയുക, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ പറഞ്ഞത്. അതായത് ഈ ഒരു ഗിവൺ, അതായത് അവിടെ ഉണ്ടാകുന്ന ഒരു ഗിവൺ ഏരിയ ഉണ്ടാവില്ല, അപ്പോൾ ട്യൂബിന് ഗിവൺ ഏരിയ ഉണ്ടാവും, ആ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിന് ഒരു ഗിവൺ വെലോസിറ്റി ഉണ്ടാവും. ക്ലിയറാണല്ലോ. അപ്പോൾ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ആ ഒരു ഗിവൺ ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് അതിലൂടെ ഔട്ട് ചെയ്യുന്ന ഏരിയയ്ക്കും അതിലൂടെ കടന്നു പോകുന്ന വെലോസിറ്റിക്ക് എന്ത് ചെയ്യുക, തുല്യമായിരിക്കും. ഇപ്പം ഇതിലൂടെ കടന്നു പോകുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റിയും അതിലൂടെ കടന്നു പോകുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി എന്ത് ചെയ്യിക്കാം, ഒരു തുല്യമായിരിക്കും, അല്ലെങ്കിൽ എന്തായാലും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ശരിക്കും ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്നുള്ളതിൽ പറയുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇതിൽ എഴുതാൻ നോക്കാം. ഓക്കെ, ജസ്റ്റ് 1 minute. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, ഇത് ഇക്വേഷൻ ഓഫ് ഇത് എപ്പോഴാണെന്ന് അറിയാം. ഇപ്പം നമ്മൾ 2 ടൈപ്പ് ഫ്ലോ പറഞ്ഞിട്ടില്ലേ, സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ ഉണ്ട്, അതുപോലെ തന്നെ ടർബുലന്റ് ഫ്ലോ ഉണ്ട് അല്ലേ. ഇപ്പം സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ ആവുന്ന കേസിൽ മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താ പറയുക വാലിഡ് ആയിട്ട് ചെയ്യും. കാരണം എന്താ, സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോയിലേക്ക് എന്ത് ചെയ്യുക, തുല്യ വെലോസിറ്റിയോട് കൂടി സഞ്ചരിക്കണം അല്ലേ. അപ്പോൾ 2 ഭാഗത്ത് തുല്യ വെച്ചാൽ, അതായത് എൻ്റർ ചെയ്യണം, അതായത് ട്യൂബിനുള്ളിൽ കൂടെ ഒരു വാട്ടർ എൻ്റർ ചെയ്യും, അതുപോലെ തന്നെ ലീവ് ചെയ്യും, അത് വെലോസിറ്റിന് തുല്യമാവണമെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ഉണ്ടാകുന്ന ഫ്ലോ എന്ന് പറഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് അയക്കണം, സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ അയക്കണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന അതെങ്ങനെയെന്ന് എഴുതാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ ഇത് എഴുതാൻ പറ്റും, മാസ് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ഇൻ എ ഗിവൺ ടൈം ഈക്വൽ ടു ദ മാസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ഔട്ട് വിത്തിൻ ദ സെയിം ടൈം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇവിടെ പറയാൻ പറ്റും
ഇവിടെ ഉണ്ടാവുന്ന ഏരിയ എന്ന് പറയുന്നത് A1 ആണ്, ഇവിടെ ഉണ്ടാകുന്ന ഏരിയ A2 ആണ് വിചാരിക്കുക. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി V2 ആണ്, ഇതിലൂടെ പോണ വെലോസിറ്റി ഇത് V1 ആണ്, അത് V2 ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല, അതേ ഗിവൺ ടൈമാണ് അല്ലേ. അപ്പോൾ ഈ ടൈമിനാണ് ΔT, ഈ ചെറിയ സമയത്ത് കൂടെ ട്യൂബിലൂടെ പോകുന്ന ടൈമിനാണ് ΔT. അതുപോലെ തന്നെ ഇവിടെ ഡെൻസിറ്റി ആണ് എന്ത് ചെയ്യുക, റോ അല്ലേ, ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ആണ് എന്ത് ചെയ്യുക, റോ എന്ന് പറയാം. അപ്പോൾ ചെറിയ സമയത്ത് അതിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ലിക്വിഡിന്റെ ഡെൻസിറ്റി റോ ആണ്. അവിടെ നിന്ന് ഏരിയ A ആണ്, A എന്നാൽ A1, പിന്നെ ഇവിടെ നിന്നാണ് വെലോസിറ്റി V1, ഇവിടെ A2 V2. അപ്പോൾ അങ്ങനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യണ ലിക്വിഡിന്റെ വെലോസിറ്റി ഈക്വൽ ടു ലീവ് ചെയ്യണ ലിക്വിഡിന്റെ വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും ഇവിടെ. ഓക്കെ, അപ്പം ടോട്ടൽ ഇങ്ങനെ എഴുതുമ്പോൾ A1 V1 റോ ഇൻറ്റു ΔT ഈക്വൽ ടു A2 V2 റോ ഇൻറ്റു ΔT. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിൽ എന്ത് ചെയ്യാം, രണ്ട് ഇക്വേഷൻ ആണ്. അപ്പോൾ റോ ΔT നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. കാരണം രണ്ടിലൂടെ പോകുന്ന വെലോസിറ്റിയും ഡെൻസിറ്റിയും ലിക്വിഡിന്റെ ഡെൻസിറ്റി തുല്യമാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അവിടെ സമയം നീക്കലാണ് അല്ലേ, വളരെ ചെറിയ സമയമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് കട്ട് ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുമല്ലോ, A1 V1 ഈക്വൽ ടു A2 V2. ഇവ A1 V1 എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അതെന്താ, A1 എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, V1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ അത് A2 V2 എന്ന് പറഞ്ഞാൽ ഏരിയയും വെലോസിറ്റിയും ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഴുതിപ്പോൾ ടോട്ടൽ AV ഈക്വൽ ടു A കോൺസ്റ്റന്റ്. അത് രണ്ടും ഏരിയയും വെലോസിറ്റി എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇതിനാണ് പറയുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഏരിയ ഇൻറ്റു വെലോസിറ്റി പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട കാര്യം വെച്ചാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. ഇതാണ് ശരിക്കും എന്ത് ചെയ്യുക, നമ്മൾ പറയുന്ന ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയും. ഒരു ലിക്വിഡിലൂടെ എൻ്റർ ചെയ്യണ ഗിവൺ ഫ്ലൂയിഡിന്റെ മാസും അല്ലെങ്കിൽ ഗിവൺ ഫ്ലൂയിഡിന്റെ മാസ് എന്ന് പറയുന്നത് ലീവ് ചെയ്യണ ഫ്ലൂയിഡിന്റെ മാസിന് തുല്യമായിരിക്കും അറ്റ് എ ഗിവൺ ടൈം, അല്ലെങ്കിൽ സെയിം ടൈമിൽ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ ബെർണോളിസ് തിയറം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയുള്ള കാര്യം, നമ്മൾ ഈ സം ഓഫ് പ്രഷർ, അതുപോലെ തന്നെ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, ഇപ്പൊ മൂന്ന് എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് സം ഓഫ് പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും ഒരു ഫ്ലൂയിഡിന്റെ കേസിൽ. ഓക്കെ, ഇപ്പോൾ ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ എന്ന് വെച്ചോ, ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ ആണ്. സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ എന്ന് പറയുന്നത് അവിടെ വെലോസിറ്റി തുല്യല്ലേ, വെലോസിറ്റി തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നാണ് പ്രഷറും, അവിടെ തന്നെ കൈനറ്റിക് എനർജിയും, അവിടെ തന്നെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാം. The sum of pressure, kinetic energy, potential energy per unit volume of a fluid in a steady flow remains constant. Clear ആണല്ലോ. സം ഓഫ്, അതായത് ഒരു ഇതാണ് ഇവിടെ എന്താണ് പ്രഷർ P. ഓക്കെ, ഈ റോ V സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് കൈനറ്റിക് എനർജി പ്ലസ് റോ GH എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാൻ പറ്റുക, ഇവിടെ നിന്നാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോയിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഉണ്ടാകുന്ന പ്രഷറും, അവിടെ നിന്നാണ് പ്രഷറും പിന്നെ കൈനറ്റിക് എനർജിയും അവിടെ നിന്നാണ് പൊട്ടൻഷ്യൽ എനർജിയും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് ബെർണോളിസ് തിയറം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ, ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ, പൈപ്പിനുള്ളിൽ കൂടെ വാട്ടർ ഫ്ലോ ചെയ്യാണ്. അപ്പോൾ ഈ സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പറയാൻ പറ്റും അവിടെ ഉണ്ടാകുന്ന പ്രഷറും അവിടെ നിന്ന് ആ ട്യൂബിലൂടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിയും അതിലെ പൊട്ടൻഷ്യൽ എനർജിയൊക്കെ എന്ത് ചെയ്യാം, തുല്യമായിരിക്കും. ഇത് മൂന്നും അതായത് മൂന്നും ആഡ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും കിട്ടുക. ക്ലിയർ ആണല്ലോ. ഇതാണ് എന്ത് ചെയ്യുക ബെർണോളിസ് തിയറം എന്ന് പറയും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നും നന്നായിട്ട് പഠിക്കുക, സംഭവം എളുപ്പമാണ്. സം ഓഫ് പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ് ഫോർ എ സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ത്രൂ എ ട്യൂബ് ഓർ പൈപ്പ്. അപ്പോൾ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ പ്രൂഫാണ് പറയാൻ പോകുന്നത് അല്ലേ. അപ്പോൾ പ്രൂഫിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഒരു ട്യൂബ് ഇവിടെ കൺസിഡർ, ഒരു പൈപ്പിൻ്റെ അല്ലെങ്കിൽ ട്യൂബിൻ്റെ കൺസിഡർ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഗ്രൗണ്ടാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഈ ഗ്രൗണ്ട് നമ്മൾ സർഫ് ഗ്രൗണ്ടാണ്, ഈ ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടിൽ നിന്ന്
അതായത് ഇപ്പോൾ ഈ ട്യൂബ് ഇങ്ങനെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൽ 2 ഹൈറ്റ് ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ലോവർ എൻഡിലേക്കുള്ള ഹൈറ്റ് ആണ്, ഇവിടെയുള്ള ഹൈറ്റ് ആണ് H1, ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഹൈറ്റ് ആണ് എന്ത് ചെയ്യുക H2 എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഏരിയ ഉണ്ടാവുമല്ലോ, അതാണ് A1. ഓക്കെ, ഇവിടെ അവിടെ ഏരിയ A2 ആണ്. ഓക്കെ, ഇവിടെ നിന്നാണ് വെലോസിറ്റി V1, ഇവിടെ നിന്നാണ് വെലോസിറ്റി V2. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എന്ത് ചെയ്യുക പറയാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് പ്രഷർ P1, ഇവിടെ നിന്നാണ് പ്രഷർ P2. ഓക്കെ, അപ്പോൾ 2 പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ പൈപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്തു കൂടെയാണ് എന്ത് ചെയ്യുക ലിക്വിഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുക, എന്നിട്ട് അടുത്തതിന് കൂടെ പോയി ഔട്ട് ചെയ്യും. അപ്പോൾ ഈ എൻ്റർ ചെയ്യണതും ലീവ് ചെയ്യണതും തമ്മിലുള്ള എന്ത് ചെയ്യുക 2 പോയിന്റുകളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഈ 2 പോയിന്റിന്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇവിടെ അറ്റ് പോയിന്റ് A1 എന്നുള്ള പോയിന്റിൽ പ്രഷർ P1 ആയിരിക്കും, അതുപോലെ വെലോസിറ്റി V1 ആയിരിക്കും, ഹൈറ്റ് H1 ആയിരിക്കും. ക്ലിയറുള്ള ഈ ഒരു ഭാഗത്തുള്ള കാര്യമാണ് ആദ്യം പറഞ്ഞത്, ഈ ഒരു ഭാഗത്തുള്ള കാര്യം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ഭാഗത്ത് അറ്റ് പോയിന്റ് A2 പ്രഷർ P2, വെലോസിറ്റി V2, ഹൈറ്റ് H2. ഈ ഒരു ഭാഗത്തുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ 2 എൻഡിലത്തെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ V എന്ന് പറയുന്നത് നമുക്കറിയാം വോളിയം ഓഫ് മൂവിങ് ഫ്ലൂയിഡ്. അപ്പോൾ V എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ഒരു മൂവിങ് ഫ്ലൂയിഡിന്റെ വെലോസിറ്റിയാണ്, ഈ ഫ്ലൂയിഡിന്റെ വെലോസിറ്റിയാണ് എന്ത് ചെയ്യുക V എന്ന് പറയാം. M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ആണ്. M എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ആ ഫ്ലൂയിഡിന്റെ മാസിനാണ് എന്ത് പറയാ M എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന് എഴുതാൻ പറ്റും. അതായത് ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന് എഴുതാൻ പറ്റും, സ്മോൾ m ബൈ V. അപ്പോൾ സ്മോൾ m ഈസ് ഈക്വൽ ടു റോ V എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഇത് പ്രൂഫിന്റെ ഫസ്റ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡയഗ്രാം വരയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ഓരോ ക്വാണ്ടിറ്റി പ്രഷറും വോളിയം അതുപോലെ തന്നെ ഏരിയ ഒക്കെ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ എഴുതുക. ഇപ്പോൾ പറഞ്ഞു തന്നെ ഓക്കെ, അപ്പോൾ ഗിവൺ ഹൈറ്റും കൂടി അടയാളപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം ഇപ്പോൾ A എന്നുള്ള പോയിന്റും B എന്നുള്ള പോയിന്റും ഉണ്ട് അല്ലേ. ഈ 2 പോയിന്റിലേക്ക് എന്ത് ചെയ്യുക ഒരു ഫ്ലൂയിഡ് A എന്നുള്ള പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ B എന്നുള്ള പോയിന്റിലേക്ക് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഈ തുടക്കം മുതൽ അവസാനം 2 പോയിന്റുകൾ, ആ 2 A എന്നുള്ള പോയിന്റും B എന്നുള്ള പോയിന്റ് ആണെങ്കിൽ ആ 2 പോയിന്റിലേക്ക് പോകാൻ എടുക്കുന്ന എന്ത് ചെയ്യുക ഒരു വർക്ക് ഉണ്ടാവില്ലേ, ആ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക ആദ്യം എക്സ്പ്രസ് ചെയ്യാം അല്ലെ. ഒരു ഗിവൺ വർക്ക് ചെയ്താൽ A എന്നുള്ള പോയിന്റിൽ നിന്ന് B എന്നുള്ള പോയിന്റിലേക്ക് എന്ത് ചെയ്യുക ബോഡി ഫ്ലോ ചെയ്യുള്ളൂ. അങ്ങനെ ഉണ്ടാകുന്ന വർക്ക് ഡൺ ബൈ പ്രഷർ, അവിടെ ഈ കൊടുക്കുന്നത് പ്രഷറാണ് അല്ലെ. വർക്ക് ഡൺ ബൈ പ്രഷർ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും, നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, W is equal to വർക്ക് എന്ന് പറഞ്ഞാൽ W is equal to P1 minus P2 into V. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 കൊടുത്താൽ ഓക്കെ. വർക്ക് ഡൺ ബൈ പ്രഷർ എന്ന് പറയുന്നത് ഇക്വേഷൻ ആണ്. അപ്പം വർക്ക് W is equal to പ്രഷർ ഈ ഫസ്റ്റ് പോയിന്റിലെ പ്രഷർ P1, സെക്കൻഡ് പോയിന്റിലെ പ്രഷർ P2. അപ്പോൾ അതുപോലെ തന്നെ V എന്ന് പറഞ്ഞാൽ എന്താ, കാരണം എന്ന് വെച്ചാൽ ഇതൊരു സ്റ്റഡി സ്റ്റേറ്റ് ഫ്ലോ ആണ് അല്ലേ. അപ്പോൾ അവിടെ ഈ A എന്നുള്ള പോയിന്റിലും B എന്നുള്ള പോയിന്റിലും എന്ത് ചെയ്യുക വെലോസിറ്റി തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക B തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം വർക്ക് ഈസ് ഈക്വൽ ടു P1 minus P2 into V എന്ന് എടുക്കാം. ഈ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പറഞ്ഞാൽ നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താ ഹാഫ് m V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് m V സ്ക്വയർ ആണല്ലേ. ഇവിടെ എന്താ എന്ത് ചെയ്യുക വെലോസിറ്റി ഫസ്റ്റ് ഉണ്ടാകുന്ന വെലോസിറ്റി V1 ഉം സെക്കൻഡ് ഉണ്ടാകുന്ന വെലോസിറ്റി എന്ത് ചെയ്യുക V2 ആണ് എടുക്കുന്നെങ്കിൽ, അപ്പോൾ അവിടെ ചേഞ്ചിങ് കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ, അങ്ങനെയാണ് ചേഞ്ചിങ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുക ഡെൽറ്റ PE ഈക്വൽ ടു mg ഇൻറ്റു H2 മൈനസ് H1. ക്ലിയർ ആണല്ലോ? കാരണം എന്താ അവിടെ ഹൈറ്റിനാണ് ഡിഫറൻസ് ഉള്ളൂ. അപ്പം പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ mgh ആണ്. ഇവിടെ H എന്ന് പറയുന്നത് 2 H ഉണ്ട് അല്ലേ, H2 മൈനസ് H1. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ഇത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു ഇക്വേഷൻ ബെർണോളിസ് തിയറം പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക ഇതിനെങ്ങനെ എഴുതി കൂടെ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ എഴുതാം ബെർണോളിസ് തിയറം പ്രകാരം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. വർക്ക് ഈസ് ഈക്വൽ ടു ഡെൽറ്റ KE പ്ലസ് ഡെൽറ്റ PE. അതായത് വർക്ക് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ചിങ് പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ ഈ
ഇക്വേഷൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ വർക്കിൻ്റെ ഇക്വേഷൻ എന്താ? P1 മൈനസ് P2 ഇൻറ്റു വി ഈക്വൽ ടു ഡെൽറ്റ കെ യു ഹാഫ് എം V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജിൻ്റെയോ mg ഇൻറ്റു H2 മൈനസ് H1 mg ഇൻറ്റു H2 മൈനസ് H1. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എമ്മിന് പകരമായിട്ട് ഡെൻസിറ്റി ഈസിക്കൽ ടു മാസ് ബൈ വോളിയം ആണ് അല്ലേ പറഞ്ഞിട്ടുണ്ട്. അപ്പം എമ്മിന് പകരം എന്ത് ചെയ്യുക, അങ്ങനെ എം ഇസ്കൽ റോ ഇൻറ്റു വി അല്ലേ. ഈ റോ ഇൻറ്റു വി എന്ത് ചെയ്യുക, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക നോക്കാം. ഓക്കെ, അപ്പോൾ അത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ P1 മൈനസ് P2 ഇൻറ്റു വി ഈക്വൽ ടു ഹാഫ് എമ്മിന് പകരം റോ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് റോ വി ജി H2 മൈനസ് H1. ഓക്കെ, അപ്പോൾ നമ്മൾ റോ എന്ത് ചെയ്യുക, കട്ട് ചെയ്യാൻ പറ്റൂലേ, എല്ലാത്തിലുണ്ട് കോമൺ ആയിട്ട്. അപ്പോൾ സോറി വി ഉണ്ട് കോമൺ ആയിട്ട്, വി കട്ട് ചെയ്യുക. വി ഇവിടെ ഉണ്ട്, വി ഇവിടെ ഉണ്ട്, വി ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള എന്താണ് അത് നമുക്ക് എഴുതാം. P1 മൈനസ് P2 ഈക്വൽ ടു ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് റോ ജി H2 മൈനസ് H1. ക്ലിയർ ആണല്ലോ. ഇനി ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരു P1ൻ്റെ ടേംസിലും P2ൻ്റെ ടേംസിലായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അത് തന്നെ എഴുതാം, അടുത്ത പേജിൽ എഴുതാം. അപ്പം അതിന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ P1 പ്ലസ് റോ ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ ജി H1 സ്ക്വയർ ഈക്വൽ ടു ഇത് അടുത്ത ടൈം എഴുതാം അല്ലേ. P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ ജി H2 സ്ക്വയർ, സോറി H2 സ്ക്വയർ ഇല്ല, H2 സ്ക്വയർ ഇല്ലല്ലോ. ഓക്കെ, റോ ജി H2. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എഴുതിയത് നമ്മൾ. അതിന് ഇങ്ങനെ എഴുതി അല്ലേ. അപ്പം ഈ രണ്ട് ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. എങ്ങനെ എഴുതാൻ പറ്റുക, P പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ക്ലിയർ ആണല്ലോ. അങ്ങനെ എഴുതി കൂടെ. അതായത് രണ്ട് ഇക്വേഷൻ രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുക, തുല്യമാണെങ്കിൽ നമുക്ക് തന്നെ അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ലോ. എന്താ തെളിയിച്ചത്, നമ്മളിത് ബെർണോളിസ് പ്രിൻസിപ്പിൾ അല്ലേ. ഇത് സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് പ്ലസ് കൈനറ്റിക് എനർജി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്രഷർ എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ആണ്. ഇതാണ് എന്ത് ചെയ്യുക, നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. ക്ലിയർ ആണല്ലോ. ഇതാണ് എന്ത് ചെയ്യുക, ബെർണോളിസ് തിയറത്തിൽ അതിന്റെ പ്രൂഫ് എന്ന് പറയാം. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ വളരെ ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്തിട്ടുള്ളൂ. വളരെ വളരെ എളുപ്പമുള്ള ഒരു 2-3 സ്റ്റെപ്പുകളേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക, അപ്പം അതിൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇനി അതിന് അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ടോർസിലിസ് ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ടോർസിലിസ് ലോ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബീക്കർ കൺസിഡർ ചെയ്യാം. ഒരു ബീക്കർ കൺസിഡർ ചെയ്യാം. ആ ബീക്കറിൽ എന്ത് ചെയ്യുക, നിറച്ച് ഫ്ലൂയിഡ് നിറച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഹോൾ ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക, വളരെ ചെറിയ ഹോളാണ്. ആ ഹോൾ ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യുക, അവിടെ നമുക്കറിയാം ഒരു ബീക്കർ അല്ല, ബീക്കർ തുറന്നു വെച്ചാൽ ഫ്ലൂയിഡ് നിറച്ചിട്ടുണ്ട് അല്ലെ, ലിക്വിഡ് ഫ്ലൂയിഡ് നിറച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയ ഹോളാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ലിക്വിഡിന്റെ മേലെ എന്ത് ചെയ്യുക, ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്ട് ചെയ്യും. ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുക, ഇത് എന്ത് ചെയ്യുക, താഴോട്ട് ഗാന്ധി ഹോൾസോട് സ്പീഡിൽ അങ്ങനെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ക്ലിയർ ആണല്ലോ. വളരെ സ്മോൾ ആയിട്ടുള്ള പോറാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, അതിലൂടെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ടോർസിലിസ് ലോന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇതെന്താ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ള പറയാം. ടോർസിലിസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യം വെച്ചാൽ ദി സ്പീഡ് ഓഫ് എഫ്ലക്സ് ഓഫ് ഫ്ലൂയിഡ് ത്രൂ എ സ്മോൾ ഹോൾ അറ്റ് എ ഡെപ്ത് h ഓഫ് ആൻ ഓപ്പൺ ടാങ്ക് ഈസ് ഈക്വൽ ടു ദ സ്പീഡ് ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പം നമ്മളില്ലേ ഒരു h ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ബോഡിയിലൂടെ ഒഴുകുന്ന ഒരു അതായത് ഇപ്പം h ഹൈറ്റിലൂടെ എന്ത് ചെയ്യുക, ഒരു ബോഡി h ഹൈറ്റിലുള്ള ഒരു ബോഡിയാണ്. അപ്പം ഫ്ലോ പെട്ടെന്ന് തന്നെ അതിലൂടെ ആ ഫ്ലൂയിഡ് എന്ത് ഒഴുകണം. അപ്പോൾ ആ ഫ്ലൂയിഡ് ഉണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ഫ്രീലി ഫാളിയുടെ വെലോസിറ്റിക്ക് എന്ത് ചെയ്യുക, തുല്യമായിരിക്കും.
ഒരു ഒരു ഇങ്ങനെ ഒരു കല്ല് എന്ത് ചെയ്യുമ്പോൾ മേലും താഴോട്ട് ഇടുകയാണ് വിചാരിച്ചോ. അപ്പോൾ അതിന്റെ വെലോസിറ്റിക്ക് തുല്യമായിരിക്കും എന്ത് ചെയ്യുക, ഒരു 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 എഫ്ലുവൻ്റ്, അതായത് ഒരു ഇതിലൂടെ ഒരു ട്യൂബിലൂടെ ഒരു ബീക്കറിന്റെ ഒരു പോറിലൂടെ പുറത്തു പോകുന്ന വെള്ളത്തിന്റെ വെലോസിറ്റി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഗിവൺ വെലോസിറ്റി, അവിടെ കിട്ടുന്ന വെലോസിറ്റി ആണ് v=√2gh എന്നാണ്. എന്താണ് v=√2gh. ഇതാണ് എന്ത് ചെയ്യുക ടോർസെലീസ് ലോന്റെ നമുക്ക് വെലോസിറ്റി എന്നാണ് കിട്ടുന്ന വെലോസിറ്റി √2gh. അതെങ്ങനെ കിട്ടുക എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഇത്രയുള്ള കാര്യം, ഒരു ഗിവൺ ഹൈറ്റിലാണ് ആ ടാങ്ക് നിൽക്കുന്നത് അല്ലേ. അപ്പൊ ഒരു ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗിവൺ ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഒരു അറ്റ്മോസ്ഫിയർ പ്രഷർ ഇതിലേക്ക് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, ഈ സ്മോൾ പവർ കൂടെ എന്ത് ചെയ്യുക, സ്പീഡിൽ എന്ത് ചെയ്യുക, പുറത്തേക്ക് പോകും. ക്ലിയർ ആണല്ലോ. ഫ്ലൂയിഡ് പുറത്തേക്ക് പോകും. അപ്പോൾ ഈ ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ വെലോസിറ്റിക്ക് എന്ത് ചെയ്യുക, തുല്യമായിരിക്കും. നേരെ കല്ല് താഴ്ത്തുന്ന വെലോസിറ്റിക്ക് എന്ത് ചെയ്യുക, തുല്യമായിരിക്കും. ഇതാണ് ഇവിടെ പറയുന്നത് എന്ത് ചെയ്യുക, ടോർസെലീസ് ലോ എന്ന് പറയും. ഈ ടോർസെലീസ് ലോന്റെ നമ്മൾ യൂസ് ചെയ്യണത് വെച്ചാൽ ബെർണോളിസ് തിയറം ആണ് യൂസ് ചെയ്യണത്. എന്താണ് നമ്മൾ എന്ത് ചെയ്യുക, ബെർണോളിസ് തിയറം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അപ്ലൈ ബെർണോളിസ് തിയറം. അപ്ലൈ ബെർണോളിസ് തിയറം. അപ്പൊ 2 പോയിന്റുകളായിട്ട് നമ്മൾ എടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ബെർണോളിസ് തിയറം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് 2 പോയിന്റിലാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അറ്റ് 2 പോയിന്റ്സ്, ഈ 2 പോയിന്റുകൾ, അതായത് ഒന്ന് ഇവിടെ ഈ ഒരു പോയിന്റിലും അതുപോലെ തന്നെ രണ്ടാമത്തെ ഇവിടെ ഒരു പോയിന്റിലും നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അപ്പൊ 2 പോയിന്റിൽ ഉണ്ടാവുന്ന എന്തൊക്കെ കൺസിഡർ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ നോക്കാം. അവിടെ നിന്ന് ഹൈറ്റും വെലോസിറ്റിക്ക് എന്ത് മാറ്റം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണത് ഓക്കെ പോയിന്റ് 1 അല്ലേ. പോയിന്റ് 1 സർഫസ് ഓഫ് ദ ഫ്ലൂയിഡ്. അപ്പൊ ഈ ഫ്ലൂയിഡിന്റെ സർഫസിൽ നമ്മൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. അവിടെ എന്ത് ചെയ്യുക, ഹൈറ്റ് h ആണല്ലോ, ഹൈറ്റ് h ആണ്. അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യുക, 0 ആയിരിക്കും. സാധനം വെച്ചാൽ അവിടെ, അതായത് ഇപ്പം ഫ്ലൂ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ അവിടെ നിൽക്കുന്നത് അല്ലേ, വെലോസിറ്റി എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, വെലോസിറ്റി 0 ആയിരിക്കും. അവിടെ ഹൈറ്റ് ഉണ്ടല്ലോ, ഗിവൺ ഹൈറ്റ് h ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ, അറ്റ് ദ ഹോൾ. അപ്പൊ ഹോളിൽ എന്ത് ചെയ്യുക, ആ ഹോളിൽ എന്ത് ചെയ്യുക, അവിടെ നമുക്ക് ഹൈറ്റ് പറയാൻ പറ്റില്ലല്ലോ, ഹൈറ്റ് പറയാൻ പറ്റില്ല, ഹൈറ്റ് 0 ആയിരിക്കും. വെലോസിറ്റി ഉണ്ടല്ലോ, അതിലൂടെ വെലോസിറ്റി ഉണ്ട്. കാരണം എന്ത് ചെയ്യുക, അതിലൂടെ ലിക്വിഡ് എന്ത് ചെയ്യുക, പുറത്തേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് പുറത്തേക്ക് പോകുന്നുണ്ട്. ബോത്ത് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കാരണം എന്ത് ചെയ്യുക, അത് രണ്ടും അങ്ങനെ സംഭവിക്കും. ഇങ്ങനെ 2 കേസുകളിൽ അല്ലെ, ബോത്ത് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ. അപ്പൊ എന്താ പറഞ്ഞത്, അപ്പൊ ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ചെറിയ പോർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഗിവൺ ഹൈറ്റ് h ആണ്. അപ്പൊ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന പുറത്തേക്ക് പോകുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ വെലോസിറ്റിക്ക് തുല്യമായിരിക്കും. ഇതാണ് എന്ത് പറയാ, നമ്മൾ പറയുന്ന ടോർസെലീസ് ലോ എന്ന് പറയാം. അപ്പൊ v=√2gh ആണ്. അപ്പൊ അതിൽ 2 പോയിന്റ് എടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, സർഫസ് എബോവ്, പിന്നെ അബവ് ദ ലിക്വിഡ് സർഫസ് ആൻഡ് നമ്മൾ എന്ത് ചെയ്യുക, ദ ഹോൾ. ആ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഉണ്ടാവുന്ന ഹൈറ്റും വെലോസിറ്റിന്റെ മാറ്റമുണ്ടെന്ന് പറഞ്ഞു, അതും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റില്ലോ ബെർണോളിസ് തിയറം അല്ലെ. അപ്പൊ ബെർണോളിസ് തിയറം നേരത്തെ പറഞ്ഞ ബെർണോളിസ് തിയറത്തിന്റെ ബാക്കിയാണ് പറഞ്ഞത്. ഈ ബെർണോളിസ് തിയറം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു തിയറത്തിൽ നമുക്കറിയാൻ പറ്റും, ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, P1 റോ ഓഫ് റോ v1² പ്ലസ് റോ gh ഈക്വൽ ടു P2 പ്ലസ് റോ v2² പ്ലസ് റോ gh2. ഇങ്ങനെയല്ല ഇക്വേഷൻ ഉണ്ടാവുക. ഇനി നമുക്ക് ഇവിടെ പറയാൻ പറ്റും, ഇവിടെ ഉണ്ടാവുന്ന നമുക്കറിയാം, ഈ ആ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അറ്റ് ദ h2 എന്നുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഓക്കെ ഫസ്റ്റ് ഹൈറ്റ്, അതായത് ഇപ്പം ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് കേസിലുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, h1 ആണ് അല്ലേ. ഒരു മിനിറ്റ് ഫസ്റ്റ് കേസിലുള്ള ഹൈറ്റ് h ആണെങ്കിൽ, അല്ലെങ്കിൽ h ആണെങ്കിൽ, സെക്കൻഡ് കേസിൽ എന്ത് h2 ആണെങ്കിൽ, അവിടെ h2 എന്നുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ 0 ആയിപ്പോകും. അതായത് ഇവിടെ ഹൈറ്റ് ഇല്ലല്ലോ. അപ്പൊ അതായത് നമ്മളെ ഓൺ ദ ഹോൾസിൽ അവിടെ ഹൈറ്റ് ഇല്ല. അതുകൊണ്ട് എന്ത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ 0 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു കാര്യം പറ്റും. ഓക്കെ, അപ്പം ഇപ്പൊ ഞാനൊരു നേരത്തെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ 2 പോയിന്റിലാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ തുല്യമാണ്. ബോത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താ തുല്യമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതായത് P1 ഈക്വൽ ടു P2 ആണെങ്കിൽ, അതായത് എന്താ ബോത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ, രണ്ടിലും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് എന്ത് ചെയ്യുക അവിടെ ആക്ട് ചെയ്യാൻ കാരണം. ബോത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ഇപ്പൊ 2 കേസിലും അവിടെ ആക്ട് ചെയ്യണം എന്ത് ചെയ്യുക, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അപ്പൊ P1 P2 ഈക്വൽ ആണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ ഇതിന്റെ ഈ ഫ്ലൂയിഡിന്റെ സർഫസ് എന്ത് ചെയ്യുക വളരെ
സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് അല്ലെ, ലിക്വിഡ് സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വെലോസിറ്റി എന്ത് ചെയ്യുക, 0 ആയിരിക്കും. v1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. അത് എന്താ കാരണം, സർഫസ് മൂവ്സ് വെരി സ്ലോലി, അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്കറിയാം, ഫസ്റ്റ് കേസിൽ എന്ത് ചെയ്യുക, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റി കേസിൽ വെലോസിറ്റി 0 എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഉണ്ട്, പക്ഷെ വെലോസിറ്റി 0 ആണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് കേസിൽ v2 എന്ന് പറയുന്നത് ഉണ്ട്. സെക്കൻഡ് കേസിൽ വെലോസിറ്റി ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യുക അവിടെ, കാരണം v2 = നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ v ആയിട്ട് തന്നെ എടുക്കാം. ക്ലിയർ ആണല്ലോ? അതായത് സ്പീഡ് ഓഫ് ഔട്ട്ഫ്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചാൽ നേരത്തെ ഫസ്റ്റ് വന്ന 2 കണ്ടീഷൻ വെച്ചിട്ടല്ലേ, അറ്റ് ദ സർഫസ് ആൻഡ് അറ്റ് ദ ഹോൾ അല്ലേ. അപ്പോൾ സർഫസിൽ പറയുന്ന കേസിൽ ഇതാണ് കേട്ടോ, സർഫസിൽ പറയുന്ന കേസിൽ v1 = 0 ആയിരിക്കും അല്ലേ, v1 = 0 ഇവിടെ പറഞ്ഞിട്ടുണ്ട്, v1 = 0 അല്ലെങ്കിൽ v = 0. സെക്കൻഡ് കേസിൽ എന്താ, v2 = v തന്നെയാണ് അല്ലേ. അവിടെ വെലോസിറ്റി എന്ത് ചെയ്യുക, ചേഞ്ച് ആവുന്നുണ്ട്, പക്ഷെ എന്താ വെലോസിറ്റി ചേഞ്ച് ആവുന്നുണ്ട്, അവിടെ ഹൈറ്റ് ആണ് ചെയ്യുക, ഹൈറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് എന്ത് ചെയ്യുക, ഗിവൺ മേലുള്ള ലൊക്കേഷനിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം. എന്താ സംഭവിക്കുക നോക്കാം. p1 p2 ഈക്വൽ ആണ് അല്ലേ, അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ആ ഭാഗത്തും p1 0 ആയി, അതുപോലെ തന്നെ അടുത്ത സമത്തിനപ്പുറമുള്ള p2 എന്ന് പറഞ്ഞാലും 0 ആയി. ഓക്കെ, പിന്നെ ഹാഫ് റോ v1² അല്ലേ. ഓക്കെ, അപ്പോൾ v1 ഇവിടെ 0 ആണ്, അപ്പം v1² എന്ന് പറയുമ്പോഴും 0 ആവും പോകും. അപ്പോൾ ഈ സെക്കൻഡ് ടൈം ഹാഫ് റോ v1² എന്നുള്ള ടൈം 0 ആയിപ്പോയി. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുക, ഹാഫ് റോ v2 നമ്മൾ v എന്നല്ലേ പറയാം, അങ്ങനെ ഹാഫ് റോ v² പ്ലസ് ഇവിടെ എന്ത് ചെയ്യുക, 0 ആണ് ഓൾറെഡി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് റോ gh ഇങ്ങനെ തന്നെ, റോ gh തന്നെ. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, റോ gh = ഹാഫ് റോ v². എന്ത് ചെയ്യുക, വെട്ടിപ്പോവാ. അപ്പോൾ റോ 2 സൈഡിലുണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്താ ഉണ്ടാവുക, ബാക്കി v² = 2gh എഴുതിക്കൂടെ, v² = 2gh. അങ്ങനെയാണെങ്കിൽ അതിന് v കണ്ടുകൂടെ, v = √2gh. ആണല്ലോ. ഇതാണ് നമ്മളിപ്പം പറഞ്ഞത്. ഇപ്പം എന്താ പറയുക, ടോറിസെലീസ് ലോന്റെ അല്ലേ, ടോറിസെലീസ് ലോന്റെ നമ്മളുടെ പ്രൂഫാണ് ഇപ്പം പറഞ്ഞത്. ഓക്കെ, അപ്പം ടോറിസെലീസ് ലോന്റെ പ്രൂഫ് നമ്മൾ ഇപ്പം എന്ത് ചെയ്യുക പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, വലിയ പ്രയാസമൊന്നുമില്ല. 2-3 വട്ടം എഴുതി വയ്ക്കിയാൽ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ടോറിസെലീസ് ലോ പറഞ്ഞത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇത് പഠിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ഗുഡ് ബൈ.